പുലർച്ചെ 5 മണി. പുതിയ വീട്ടിലേക്ക് മാറാനുള്ള തിരക്കിലായിരുന്നു ആ കുടുംബം. രാഹുലിന്റെ 10 വയസ്സുള്ള മനസ്സ് സന്തോഷം കൊണ്ട് തുടിച്ചു. പുതിയൊരനുഭവം അവന് ആദ്യമായിട്ടായിരുന്നു. പുതിയ വീട്, പുതിയ അന്തരീക്ഷം, പുതിയ സുഹൃത്തുക്കൾ. അവന്റെ മനസ്സ് സ്വപ്നങ്ങളാൽ നിറഞ്ഞു. അവനോടൊപ്പം അവന്റെ വളർത്തച്ഛനും അമ്മയും സഹോദരിയായ രമയുമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും സാധനങ്ങൾ ഓരോന്നായി കാറിനുള്ളിലേക്ക് വെച്ചുകൊണ്ടിരുന്നു. രമ മുറിയിലൊഴിഞ്ഞുകിടന്ന കളിപ്പാട്ടങ്ങൾ നോക്കിയിരുന്നു. അവളുടെ പഴയ കളിപ്പാട്ടങ്ങളെല്ലാം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അവൾക്കാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന തൊഴിലാളികൾ അവളെ കളിയാക്കി. അവർ പറഞ്ഞു, "ഇനി ഈ വീട് പഴയ വീടാണ്. പുതിയ വീട്ടിൽ പുതിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാകുമല്ലോ." ഇതുപറഞ്ഞ് അവർ അവളെ സമാധാനിപ്പിച്ചു. രാഹുൽ പഴയ സാധനങ്ങൾക്കിടയിൽ തനിച്ചിരുന്നു. അവന്റെ മനസ്സ് ദുഃഖത്തിലായിരുന്നു. അവന് ഒറ്റയ്ക്കിരിക്കാനായിരുന്നു ഇഷ്ടം. പണ്ടുമുതൽക്കേ അവൻ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാറാണ് പതിവ്. എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോൾ അവൻ നിശബ്ദനായി മാറും. അതവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അവന്റെ വളർത്തച്ഛൻ സാധനങ്ങൾ പെട്ടിയിലാക്കിക്കൊണ്ടു പറഞ്ഞു, "എല്ലാം എടുത്തല്ലോ, ഇനി നമുക്ക് പോകാം." അമ്മ അച്ഛനോട് തിരിച്ചു ചോദിച്ചു, "എല്ലാം എടുത്തല്ലോ അല്ലേ? ആ പെട്ടിയും എടുത്തോ?" ആ പെട്ടിയും എടുത്തു. എങ്ങി പോകാം." രാഹുൽ പതിയെ കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറിയ രമ അവനെ കളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "നീയെന്തിനാ ഇങ്ങോട്ട് വന്നത്? നീയെന്താ ഞങ്ങളോടൊപ്പം വരാൻ പോവുകയാണോ?" അതുകേട്ട് ചിരിച്ചുകൊണ്ട് അവന്റെ അമ്മ പറഞ്ഞു, "അവനിവിടെ നിൽക്കട്ടെ." രാഹുൽ കാറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അവന്റെ മനസ്സ് വിഷമത്തിലായി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവനൊരു ഉറുമ്പിനോട് പോലും മത്സരിക്കാൻ കഴിയാത്തവനാണ്. നിശബ്ദമായി അവൻ കാറിനടുത്തേക്ക് നടന്നു. കാർ മുന്നോട്ടു പോകുമ്പോൾ അവൻ ഓടിച്ചെന്ന ശബ്ദമുണ്ടാക്കി. പക്ഷേ അവന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല. കാർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഇതോടെ രാഹുൽ താൻ തനിച്ച എന്ന് തിരിച്ചറിഞ്ഞു. അവന്റെ ഹൃദയത്തിൽ ഭയവും നിസ്സഹായതയും നിറഞ്ഞു. പതുക്കെ അവന്റെ മനസ്സിൽ വീണ്ടും പഴയ ഓർമ്മകൾ തിരികെയെത്തി. അവൻ തന്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചോർത്തു. ഒരു മിഥ്യാബോധം പോലെ അവർ അവന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. അവന്റെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൻ ഓടിച്ചെന്ന് ജനലിൽ തട്ടി. "അച്ഛാ, അമ്മേ" എന്ന് വിളിച്ച് നിലവിളിച്ചു. പക്ഷെ അവന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല. വീടിന്റെ വാതിലുകളും ജനലുകളും അടഞ്ഞു. അവൻ തനിച്ചായി. ഒരു ഭ്രാന്തനെപ്പോലെ അവൻ അലറി വിളിച്ചു. അവന്റെ നിലവിളി ആ വീട്ടിൽ മാത്രം ഒതുങ്ങി. ആരും അത് കേൾക്കുന്നില്ല. അവൻ നിലവിളിച്ച് തളർന്ന് താഴെ വീണു. അവന്റെ മനസ്സ് ഭയത്താൽ നിറഞ്ഞു. അവൻ നിലവിളിച്ച് തളർന്ന് താഴെ വീണു. അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. മനസ്സ് ഭയം കൊണ്ട് വിറച്ചു. വെളിച്ചമില്ലായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിരുന്നു എന്നവനറിയാമായിരുന്നു. അവന്റെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു, "അച്ഛാ, അമ്മേ." പക്ഷേ ആരും അത് കേട്ടില്ല. അവന്റെ വയറ്റിൽ നിന്നൊച്ച വന്നു. അവനെ വിശക്കുന്നുണ്ടായിരുന്നു, ദാഹിക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റു. ഇരുട്ടിൽ അവൻ കൈകൊണ്ട് തടഞ്ഞു തടഞ്ഞു നടന്നു. അവൻ അടുക്കളയിലേക്ക് പോയി. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ഭക്ഷണം ബാക്കിയുണ്ടാകുമെന്ന് അവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അടുക്കള ശൂന്യമായിരുന്നു. അടുക്കളയിൽ അവൻ ഒരു തുള്ളി വെള്ളം പോലും കണ്ടില്ല. അവൻ വാതിൽ തുറന്നു പുറത്തിറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ വാതിൽ തുറന്നില്ല. അവൻ ജനലുകൾ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ ജനലുകളും തുറന്നില്ല. അവന്റെ മനസ്സ് ഭയത്താൽ നിറഞ്ഞു. അവൻ വീട്ടിനുള്ളിൽ തടവിലായി എന്നവൻ അറിയാമായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ആരും കേട്ടില്ല. വിശപ്പും ദാഹവും അവനെ കൂടുതൽ ക്ഷീണിതനാക്കി. അവന്റെ മനസ്സ് അവന്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചോർത്തു. അവർ അവരെ ഒരിക്കലും കണ്ടിട്ടില്ല. അവർ മരിച്ചുപോയി എന്ന് വളർത്തച്ഛനും അമ്മയും അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവനത് വിശ്വസിച്ചില്ല. അവരൊരു ദിവസം അവനെ തേടി വരുമെന്ന് അവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ താഴെ വീണു. അവന്റെ ശരീരം തളർന്നുപോയിരുന്നു. അവൻ എഴുന്നേറ്റ് നടന്നു. അവന്റെ ലക്ഷ്യം അടുക്കളയായിരുന്നു. വീണ്ടും അവൻ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം തേടി. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ നിശബ്ദമായി കരഞ്ഞു. അവന്റെ മനസ്സ് വേദനിച്ചു. അവൻ വിശന്ന് തളർന്ന് നിലത്ത് കിടന്നു. അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. രാഹുലിന്റെ വിശപ്പും ദാഹവും കൂടി. അവൻ എല്ലാ വാതിലുകളും തുറക്കാൻ നോക്കി. ജനലുകൾ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും അവൻ ആ വീട്ടിൽ തനിച്ചായി. അവന്റെ ശരീരം കൂടുതൽ ക്ഷീണിച്ചു. അവന്റെ വയറൊഴിഞ്ഞു. ചുണ്ടുകൾ വരളാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾക്ക് വെളിച്ചം മങ്ങി.
ശരീരത്തിൽ നിന്ന് ഊർജം മുഴുവൻ ചോർന്നുപോയതുപോലെ അവൻ ആ തണുത്ത തറയിൽ കിടന്നു. വിശപ്പ് അവനെ ഭ്രാന്തനാക്കി. മരണം അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതായി അവന് തോന്നി. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഭക്ഷണം. ഒരു നിമിഷം അവൻ കണ്ണു തുറന്നു. വിശപ്പിന്റെ വേദനയിൽ അവന്റെ ഓർമ്മകൾ പിന്നോട്ടു പാഞ്ഞു. അന്ന് അവന്റെ 10ാം പിറന്നാളായിരുന്നു. അവന്റെ വളർത്തച്ഛനും അമ്മയും അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്കിവിടെ ഒരു സ്ഥാനവുമില്ല. നീ ഒരു അനാഥനാണ്." അവൻ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു: "എനിക്ക് എന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കാണണം." അത് കേട്ട് അവർ പറഞ്ഞു: "നിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ മരിച്ചുപോയി." അത് കേട്ട് അവൻ നിലവിളിച്ചു. അവൻ മുറിയിലേക്ക് ഓടിപ്പോയി. അവൻ താഴെ വീണു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ മനസ്സിലൂടെ കടന്നുപോയ അടുത്ത ഓർമ്മ അവൻ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു. അവൻ ആഹാരം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ രമ അവനെ കളിയാക്കി: "നീ എന്താണ് ഇത്രയധികം ഭക്ഷണം കഴിക്കുന്നത്? നിനക്കതാരും തരില്ല," അവൾ പറഞ്ഞു. അവൻ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു: "എനിക്ക് വിശക്കുന്നു." അത് കേട്ട് അവൾ ചിരിച്ചു. അവൾ ഭക്ഷണമെടുത്ത് അവന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയി. അവന്റെ അമ്മ അവനോട് പറഞ്ഞു: "നീ എന്താണ് ഈ ചെയ്യുന്നത്? നിനക്ക് നാണമില്ലേ?" അവൻ വിഷമിച്ചു. അവൻ മുറിയിലേക്ക് പോയി. അവൻ താഴെ വീണു. അവൻ കരഞ്ഞു. പക്ഷേ അവന്റെ കണ്ണുനീർ ആരും കണ്ടില്ല. അവന്റെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു നിമിഷം അവന്റെ മനസ്സിൽ അവരുടെ മുഖങ്ങൾ മിന്നിമറഞ്ഞു. അവൻ കരഞ്ഞു. പക്ഷേ ആരും കണ്ടില്ല. അവൻ വീണ്ടും താഴെ വീണു. അവന്റെ കണ്ണുകൾ അടഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ആ വീട്ടിൽ തനിച്ചായി. അവന്റെ മനസ്സിൽ അവന്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് അവശേഷിച്ചത്. സൂര്യരശ്മികൾ ജനൽ ചില്ലിലൂടെ മുറിയിലേക്ക് അരിച്ചെത്തി. തറയിൽ കിടക്കുകയായിരുന്ന രാഹുൽ പതിയെ കണ്ണു തുറന്നു. അവന്റെ ശരീരം തളർന്നുപോയിരുന്നു. എഴുന്നേൽക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് ഒരു കാർ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് അവൻ കണ്ടു. അവന്റെ മനസ്സ് ഭയത്താൽ നിറഞ്ഞു. അത് അവന്റെ വളർത്തച്ഛന്റെയും അമ്മയുടെയും കാറായിരുന്നില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അത് പുതിയ വീടുടമസ്ഥന്റെ കാറായിരുന്നു. സുരേഷ് 30കളിൽ നിൽക്കുന്ന ഒരു യുവ കച്ചവടക്കാരനാണ്. അയാൾ ആ വീട് ഓൺലൈനിൽ കണ്ടാണ് വാങ്ങിയത്. അതുകൊണ്ടുതന്നെ ആ വീടിന്റെ മുഴുവൻ അവസ്ഥയും അയാൾക്കറിയാമായിരുന്നില്ല. സുരേഷ് വാതിൽ തുറന്ന് അകത്തു കയറി. തണുത്ത ഒരു കാറ്റ് അയാളെ അസ്വസ്ഥനാക്കി. വീട്ടിലാരുമില്ലാതിരുന്നിട്ടും അയാൾക്ക് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. അവിടെ ഇവിടെയായ അഴുക്കുണ്ടായിരുന്നെങ്കിലും വീട് വൃത്തിയായിരിക്കുന്നതായി അയാൾക്ക് തോന്നി. സുരേഷ് വീടിന്റെ വാതിലുകൾ തുറന്ന് മുറികളിലൂടെ നടന്നു. ഓരോ മുറിയും ശൂന്യമായിരുന്നു. അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എവിടെയാണ് സാധനങ്ങളെല്ലാം? ഇതൊരു ഒഴിഞ്ഞ വീടാണോ? അവനൊരു മുറിയുടെ വാതിലിനടുത്തെത്തി. വാതിൽ പകുതി തുറന്നിരുന്നു. അയാൾ അകത്തേക്ക് നോക്കിയപ്പോൾ നിലത്ത് എല്ലും തോലുമായ ഒരു കുട്ടിയെ കണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചുണ്ടുകൾ വരണ്ടിരുന്നു. അവനെ കണ്ടപ്പോൾ സുരേഷിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. രാഹുൽ വിചാരിച്ചു സുരേഷും തന്നെ ഉപേക്ഷിച്ചു പോവുകയാണെന്ന്. "ദൈവമേ" എന്നു പറഞ്ഞ് അയാൾ നിലവിളിച്ചു. അത് കേട്ട് രാഹുൽ പേടിച്ചു. അവൻ കരഞ്ഞു. അവൻ എഴുന്നേറ്റ് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ അവനെ കഴിഞ്ഞില്ല. അവൻ താഴെ വീണു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സുരേഷ് പുറത്തേക്കോടി. രാഹുലിന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ അസ്തമിച്ചു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, സുരേഷ് നിമിഷങ്ങൾക്കകം തിരിച്ചുവന്നത് ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റുമായിട്ടാണ്. സുരേഷ് പുറത്തേക്കോടിയപ്പോൾ രാഹുലിന്റെ ഹൃദയം തകർന്നു. അവന്റെ കണ്ണുകൾ വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിറഞ്ഞു. അവൻ ആ തണുത്ത തറയിൽ കിടന്നു. നിശബ്ദമായി കരഞ്ഞു. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എന്നെയും അവർ ഉപേക്ഷിച്ചുപോയി. അവന്റെ ശരീരം ഭയത്താൽ വിറച്ചു. ദിവസങ്ങളോളം അവൻ അനുഭവിച്ച ഒറ്റപ്പെടലും വിശപ്പും അവനെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി. പക്ഷേ അവന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സുരേഷ് നിമിഷങ്ങൾക്കകം തിരിച്ചെത്തി. അവന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റുകളുമുണ്ടായിരുന്നു. സുരേഷ് രാഹുലിന്റെ അടുത്തെത്തി. അയാൾ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ സഹതാപം നിറഞ്ഞിരുന്നു. രാഹുലിന്റെ അവസ്ഥ കണ്ടപ്പോൾ സുരേഷിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. താൻ കണ്ടത് ഒരു കുട്ടിയുടെ വേദന നിറഞ്ഞ കണ്ണുകളാണെന്ന് അയാൾക്ക് മനസ്സിലായി. "മോനെ,
സുരേഷ് മൃദുവായി വിളിച്ചു. രാഹുൽ പതിയെ തലയുയർത്തി സുരേഷിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയവും സംശയവും കലർന്നിരുന്നു. സുരേഷ് ബിസ്ക്കറ്റുകൾ അവനടുത്തേക്ക് നീട്ടി. രാഹുൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ വിറച്ചുകൊണ്ട് സുരേഷിനെ നോക്കി. സുരേഷ് വെള്ളം തുറന്ന് അവനടുത്തേക്ക് നീട്ടി. "ഇത് കുടിക്ക്, നീ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്," സുരേഷ് പറഞ്ഞു. രാഹുൽ പതിയെ വെള്ളം കുടിച്ചു. തണുത്ത വെള്ളം അവന്റെ ഉണങ്ങിയ തൊണ്ടയെ നനച്ചു. ഒരു തുള്ളി വെള്ളം പോലും അവന്റെ ശരീരത്തിന് ഒരുപാട് ആശ്വാസം നൽകി. സുരേഷ് ബിസ്ക്കറ്റുകൾ അവന് കൊടുത്തു. അവൻ ഓരോ ബിസ്ക്കറ്റും വളരെ സാവധാനം കഴിച്ചു. ഓരോ തവണ കഴിക്കുമ്പോഴും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. സുരേഷ് അവനെ കൈകളിലെടുത്തു. അവന്റെ ഭാരം തീരെ കുറവായിരുന്നു. സുരേഷിന് അത്ഭുതവും വേദനയും തോന്നി. ഇത്രയും ദിവസമായി അവൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇവിടെ കിടക്കുകയായിരുന്നെന്ന് അയാൾക്ക് മനസ്സിലായി. രാഹുലിനെ എടുത്തുകൊണ്ട് സുരേഷ് വീടിന്റെ പുറത്തേക്ക് നടന്നു. ശുദ്ധമായ കാറ്റും സൂര്യപ്രകാശവും അവന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ അവന് കൂടുതൽ ആശ്വാസം തോന്നി. രാഹുൽ സുരേഷിന്റെ കൈകളിൽ കിടന്നുറങ്ങി. അവന്റെ മനസ്സിൽ ഒരു സ്വപ്നം രൂപപ്പെട്ടു. സുരേഷ് അവന്റെ യഥാർത്ഥ രക്ഷകനായി മാറുന്ന ഒരു സ്വപ്നം. അവന് സുരക്ഷിതത്വം തോന്നി. ഒരുപാട് കാലത്തിനു ശേഷം അവൻ ശാന്തമായി ഉറങ്ങി. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രി സുരേഷ് രാഹുലിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിലെ വെളുത്ത നിറമുള്ള ഭിത്തികൾ രാഹുലിന്റെ ഓർമ്മകളിലെ ഇരുണ്ട വീട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു നഴ്സ് അവനെ ബെഡിൽ കിടത്തി. ഡോക്ടർമാർ അവനെ പരിശോധിച്ചു. ഡോക്ടർ രാഹുലിന്റെ അവസ്ഥ സുരേഷിനോട് വിശദീകരിച്ചു. അവൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു, നിർജ്ജലീകരണത്തിന്റെ വക്കിലാണ്. ഭാഗ്യത്തിന് നിങ്ങൾ അവനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു, ഡോക്ടർ പറഞ്ഞു. സുരേഷിന്റെ ഹൃദയം നുറുങ്ങി. ഒരു കുഞ്ഞ് ഇത്രയധികം ദുരിതങ്ങൾ സഹിച്ചത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ദേഷ്യവും ദുഃഖവും അടക്കാനാവാതെ അയാൾ പോലീസിനെ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം വളരെ ഗൗരവമുള്ളതായിരുന്നു. സുരേഷ് രാഹുലിന്റെ അവസ്ഥയെക്കുറിച്ച് പോലീസിനോടെല്ലാം പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ രാഹുലിന്റെ വളർത്തച്ഛനെയും അമ്മയെയും വിളിച്ചുവരുത്തി. അവർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവരുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. അവർ സുരേഷിനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്കതൊന്നും കേൾക്കണ്ടായിരുന്നില്ല. രാഹുലിനെ കണ്ടപ്പോൾ അവരവനോട് യാതൊരു ദയയുമില്ലാതെ പെരുമാറി. സുരേഷ് ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു, "നിങ്ങൾക്കെങ്ങനെയാണ് ഇത്ര ക്രൂരമായി ഒരു കുട്ടിയോട് പെരുമാറാൻ കഴിഞ്ഞത്?" അവന്റെ വളർത്തച്ഛനും അമ്മയും നിശബ്ദരായിരുന്നു. രാഹുൽ പേടിച്ചരഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഹുലിനോട് സംസാരിക്കാൻ തുടങ്ങി. സുരേഷിന്റെ അടുത്തിരുന്ന് രാഹുൽ ധൈര്യത്തോടെ എല്ലാ ദുരിതങ്ങളും തുറന്നു പറഞ്ഞു. തന്റെ വളർത്തച്ഛന്റെയും അമ്മയുടെയും ക്രൂരതകൾ, സഹോദരിയുടെ പരിഹാസം, വീടിന്റെ മൂലയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങൾ എന്നിവയെല്ലാം അവൻ വിറയലോടെ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് സുരേഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാഹുലിന്റെ കഥ കേട്ടപ്പോൾ പോലീസുകാർക്ക് പോലും ദേഷ്യമടക്കാനായില്ല. അവന്റെ വളർത്തച്ഛനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ മുഖത്ത് യാതൊരു പശ്ചാത്താപവുമില്ലായിരുന്നു. രാഹുലിന്റെ വളർത്തു സഹോദരിയായ രമയെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി. സുരേഷ് രാഹുലിനെ ചേർത്തുപിടിച്ചു. ആദ്യമായി രാഹുൽ ഒരു മനുഷ്യന്റെ സ്നേഹം എന്താണെന്നറിഞ്ഞു. അവന്റെ ജീവിതത്തിന് പുതിയൊരു തുടക്കം നൽകിയത് സുരേഷായിരുന്നു.